പ്രിയമുള്ളവരെ, നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഒരു പഴയ നോവലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 2019 പുറത്തിറങ്ങിയ നോവൽ ടി.ഡി. രാമകൃഷ്ണന്റെ മാമ ആഫ്രിക്ക. ടി.ഡി. രാമകൃഷ്ണൻ മലയാളിക്ക് ഏറ്റവും പ്രിയങ്കരനായ എഴുത്തുകാരനാണ്. ആൽഫയും ഫ്രാൻസിസ് ഇട്ടിക്കോരയും ആണ്ടാൾ ദേവനായകിയും തുടർന്ന് മാമ ആഫ്രിക്കയും ഇപ്പോൾ ചുവപ്പ് പച്ച മഞ്ഞ എന്നീ പുസ്തകവും ഒക്കെ എഴുതി മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ എഴുത്തുകാരൻ. വ്യത്യസ്തത കൊണ്ടും കാലിക പ്രാധാന്യമുള്ള എഴുത്തുകൾ കൊണ്ടും മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് ടി.ഡി. രാമകൃഷ്ണൻ. അദ്ദേഹത്തെ മലയാളി എഴുത്തുകാരൻ, ഇന്ത്യൻ എഴുത്തുകാരൻ എന്നൊക്കെ വിളിക്കുന്നതിനപ്പുറത്ത് ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള, അന്താരാഷ്ട്ര ഭാവങ്ങളുള്ള എഴുത്തുകാരൻ, ഇന്റർനാഷണൽ റൈറ്റർ എന്ന് വിളിക്കാനാണ് എനിക്ക് താല്പര്യം. തീർച്ചയായും അതിനെ സാധൂകരിക്കുന്ന എഴുത്തുകളാണ് അദ്ദേഹത്തിന്റെ രചനകൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുമ്പോൾ മലയാളിക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല വായനക്കാരെ ലോകം മുഴുവൻ നേടാൻ സാധിക്കുന്ന തരത്തിലുള്ള എഴുത്താണ് അദ്ദേഹത്തിൻ്റെത്. അതിന് ശക്തമായ ഉദാഹരണമാണ് മാമ ആഫ്രിക്ക. ആഫ്രിക്ക തീർച്ചയായും ഒരുപാട് കഥകളുടെ നാടാണ്. ആഫ്രിക്കയെ ബേസ് ചെയ്ത് ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൽ വളരെ കുറച്ച് മാത്രമാണ്. നമ്മുടെ ഈ നോവൽ നടക്കുന്നത് ആഫ്രിക്കയിൽ തന്നെയാണ്, ഉഗാണ്ടയിലാണ്. നരഭോജിയും ക്രൂരനുമായ ഉഗാണ്ടൻ പ്രസിഡന്റ് ഈദി അമീന്റെ കാലഘട്ടം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ സാംസ്കാരിക ലോകത്തെ, ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ചിന്തകളെയൊക്കെ വളരെ ആത്യന്തികമായി വിശകലനം ചെയ്യാൻ ടി.ഡി. രാമകൃഷ്ണൻ ശ്രമിക്കുന്നുണ്ട് ഈ നോവലിൽ. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹോംവർക്ക് നടത്തിയിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിട്ടുള്ളതെന്ന് പറയാനാവും. ഈ പുസ്തകം ആരംഭിക്കുന്നത് മലയാളിയായ യുവാവ് ഓൺലൈനിൽ തൂലിക സുഹൃത്തിനെ പരിചയപ്പെടുത്തുന്നതും അവരുടെ കയ്യിൽ നിന്ന് അവരുടെ അമ്മയായ താരാ വിശ്വനാഥ് അവരെഴുതിയ മാനുസ്ക്രിപ്റ്റ് അത് പരിശോധിക്കുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതുമായ രംഗമാണ്. അതിലൂടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. ഈ താരാ വിശ്വനാഥ് ഉഗാണ്ടയിലെ അറിയപ്പെടുന്ന എഴുത്തുകാരിയാണ്. മലയാളത്തിൽ എഴുതി ഇംഗ്ലീഷിലേക്കും അവരുടെ സ്വാലഹി ഭാഷയിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് സജീവ സാന്നിധ്യമായി മാറുന്ന താരാ വിശ്വനാഥിന്റെ ഫാമിലി ആണെങ്കിൽ അന്ന് ആഫ്രിക്കയിലേക്ക് റെയിൽവേ സംവിധാനമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മലയാളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയ മലയാളിയായ പണിക്കരുടെ മകന്റെ മകളാണ് താരാ വിശ്വനാഥ്. അങ്ങനെയുള്ള താരാ വിശ്വനാഥിന്റെ അച്ഛനെ ഈദി അമീൻ പിടിച്ചുകൊണ്ടു പോകുന്നതും, അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ പിടിച്ചുകൊണ്ടു പോകുന്നു, അദ്ദേഹത്തെ കാണാതാവുന്നതും ചെയ്യുന്നു. താരാ വിശ്വനാഥിനെ ഈദി അമീൻ തട്ടിക്കൊണ്ടുപോവുകയാണ്. അയാൾക്കൊരു മലയാളി, ഇന്ത്യൻ പെൺ ഉടലിനെയാണ് ആവശ്യം. കാരണം ഇന്ത്യക്കാരെപ്പോഴും ആഫ്രിക്കക്കാരെ താഴ്ത്തി സംസാരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പെണ്ണിനെയാണ് ആവശ്യം. താരാ വിശ്വനാഥ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ്. ക്രൂരമായ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കാനും സ്നേഹിക്കുന്ന പോലെ നടിക്കാനും ഒക്കെ സാധിച്ചുകൊണ്ട് താരാ വിശ്വനാഥിനെ ഉഗാണ്ടയിലെ പ്രസിഡന്റാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ ആഫ്രിക്കയുടെ ഈ മുഖത്തെ ഒരുപക്ഷെ ഭ്രമാത്മകമായ രീതിയിൽ അവതരിപ്പിക്കാൻ, ലൈംഗികതയും മിത്തും ചരിത്രവും രാഷ്ട്രീയവും ഒക്കെ കലർന്ന് ഇങ്ങനെ ഒരു ഭ്രമാത്മകമായ രീതിയിൽ അവതരിപ്പിക്കാൻ ടി.ഡി. രാമകൃഷ്ണൻ അല്ലാതെ മലയാളത്തിൽ മറ്റൊരു നോവലിസ്റ്റിന് സാധിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഈ 425 പേജോളം വലുപ്പമുള്ള ഈ പുസ്തകം നമുക്ക് വളരെ പെട്ടെന്ന് ഈസി റീഡിംഗ് ആണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ ഒഴുക്കുള്ള വായന സാധ്യമാവുന്ന ഒരു പുസ്തകമാണ്. ഈ ചരിത്രബോധത്തെയും ഒക്കെ വളരെ ലളിതമായി ആവിഷ്കരിക്കാൻ, ഈ നോവലുകൾക്കിടയിൽ നിന്ന് ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഈ താരാ വിശ്വനാഥിന്റെ കുറച്ച് കവിതകളും ഇന്റർവ്യൂവും നോവലും ചേർന്നതാണ് മാമ ആഫ്രിക്ക. മാമ ആഫ്രിക്ക എന്ന് പറയുന്നത് താരാ വിശ്വനാഥിന്റെ മനസ്സ് രൂപം കൊള്ളുന്ന ഒരു ദൈവമാണ്. താരാ വിശ്വനാഥിനെ സപ്പോർട്ട് ചെയ്യുന്ന ദൈവം പിന്നീട് അവരുടെ മനസ്സിന് നഷ്ടമാവുന്നുണ്ട്. ഈ പുസ്തകത്തെ കുറിച്ചുള്ള കഥ മുഴുവൻ ഞാൻ പറയുന്നില്ല, കാരണം അത്രയും മനോഹരമായ ഒരു രചന. മലയാളിക്ക് വ്യത്യസ്തമായ രചന സംഭാവന ചെയ്യാൻ ടി.ഡി. രാമകൃഷ്ണന് മാത്രമേ സാധിക്കൂ. അദ്ദേഹത്തിന്റെ ഓരോ രചനകളും വ്യത്യസ്തമായ ആംഗിളിൽ നിന്നുള്ളവയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുതുമയുള്ള മറ്റൊരു രചനയ്ക്കായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഫ്രാൻസിസ് ഇട്ടിക്കോരയുടെ 2ാം ഭാഗം അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്, എന്ത് വ്യത്യസ്തതയാണ് അതിലുള്ളത് എന്നുള്ളത്. തീർച്ചയായും മലയാളി വായിക്കേണ്ട വ്യത്യസ്തമായ ഒരു രചനയാണ് ടി.ഡി. രാമകൃഷ്ണന്റെ മാമ ആഫ്രിക്ക. പ്രിയമുള്ളവരെ,
മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.